ഹലോ ഗൈസ്, എല്ലാവർക്കും ഹാരിസ് റെയിൽവേ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ആലപ്പുഴ കരുനാഗപ്പള്ളി ഒരു യാത്രയും കൂടാതെ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായൂർ പോണ ഇൻ്റർസിറ്റിയുടെ ഫസ്റ്റ് LHB റണ്ണാണ് ഇന്ന്. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നത് ഇന്ന്. ജേർണി പ്ലസ് LHB കോച്ചിന് ഒരു റിവ്യൂ കൂടെ. ഇന്ന് ഫസ്റ്റ് LHB ട്രിച്ചിയിൽ നിന്ന് LHB റണ്ണ്, ട്രിച്ചി തിരുവനന്തപുരം ഇൻ്റർസിറ്റി. ആ സെയിം ബ്രേക്കാണ് ഇപ്പം തിരുവനന്തപുരം ഗുരുവായൂരായിട്ട് വരുന്നത്. നമ്മൾ പോയി ടിക്കറ്റ് എടുക്കാൻ പോകും. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് കാരണം കുറച്ച് ട്രെയിൻ സ്പോട്ടിങ് പ്ലസ് ട്രെയിൻ ജേർണി കൂടിയാണ് ഇന്നത്തെ വീഡിയോ. നമ്മളിപ്പോൾ കരുനാഗപ്പള്ളി സ്റ്റേഷനിലാണെങ്കിൽ നല്ല തിരക്കാണ്. ഇപ്പം 2 ട്രെയിൻ വരാനുണ്ട്. നമ്മുടെ മംഗലാപുരം തിരുവനന്തപുരം ഏറനാടും പിന്നെ കോട്ടയം കൊല്ലം മെമു വരുന്നുണ്ട്. അതിൽ കയറാനുള്ള ആൾക്കാരായി ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ തിരുവനന്തപുരം ഗുരുവായൂർ ഇൻ്റർസിറ്റിയാണ്. ഇപ്പോൾ ഈ ഒരു ടൈം ഓഫീസ് ടൈമാണ്. അപ്പോൾ നല്ല തിരക്കായി ഈ ട്രെയിനിൽ. ഈ തിങ്കൾ തൊട്ട് ശനി വരെ നല്ല തിരക്കായി ട്രെയിൻ. മിക്കവാറും സീറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ്. കരുനാഗപ്പള്ളിയിൽ നിന്ന് ആലപ്പുഴ വരെ 35 രൂപയാണ് ട്രെയിൻ ടിക്കറ്റ്. ട്രെയിൻ നല്ല ട്രെയിൻ ഒരു 20 മിനിറ്റ് ലേറ്റാണ്. 7 മണിന് ട്രെയിൻ വരുന്നത്. അതായത് അവിടെ നിന്ന് മറ്റേ കോട്ടയം കൊല്ലം മെമു ഏറനാടൊക്കെ വരുന്നുണ്ട്. കരുനാഗപ്പള്ളിയിൽ നിന്ന് ആലപ്പുഴ വരെ 35 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇപ്പോൾ സമയം 7:01 ട്രെയിൻ നല്ല ലേറ്റാണ്. ട്രെയിൻ കൊല്ലമായിട്ടുള്ളൂ. ആ വരുന്ന ട്രെയിനാണ് 166.05 മംഗലാപുരം തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ്സാണ് വരുന്നത്. ഇവിടുന്ന് ഓപ്പോസിറ്റ് മറ്റേ 12695 മറ്റേ തിരുവനന്തപുരം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് വരുന്നുണ്ട് അവിടെ നിന്ന്. അതായത് ഏറനാട് വിട്ടിരിക്കുന്ന സ്റ്റേഷൻ. ഇനി അടുത്ത ഒരാളുടെ ട്രെയിൻ മറ്റേ തിരുവനന്തപുരം ഗുരുവായൂർ ഇൻ്റർസിറ്റി തന്നെയാണ്. അതിപ്പം പെരിനാട് കഴിഞ്ഞ് മൺട്രോത്തുരുത്തെത്താറായി. നമുക്ക് ഇൻ്റർസിറ്റി വന്നിട്ട് കാണാം. നമ്മുടെ ട്രെയിൻ എത്താറായിരിക്കുന്നു. ശാസ്താംകോട്ട കഴിഞ്ഞ് നമ്മുടെ 163-42 തിരുവനന്തപുരം ഗുരുവായൂർ ഇൻ്റർസിറ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. WP7 ഈറോഡാണ് ലോക്കോമോട്ടീവ്. ഫസ്റ്റ് LHB റണ്ണായി ട്രെയിനിൻ്റെ. അതിന് ശേഷം നമ്മുടെ ഇൻ്റർസിറ്റി വന്നിരിക്കുന്നു. നാട്ടിലേക്ക് നല്ല ലേറ്റ് ട്രെയിൻ. റോയപുരത്തിന് WP7 ഈറോഡൊക്കെ റോയപുരം WP7 ട്രിച്ചിനെ കയറ്റിവിട്ട ലോക്കോയാണിത്. ഈ ട്രെയിനിന് നല്ല തിരക്കുമാണ്. നമുക്ക് അത് ജനറലാണ്. ഈ ജനറലിൻ്റെ ബ്ലൂ കളർ കോച്ച് നമുക്ക് ഈ തിരക്ക് സഡനായിട്ട് ട്രെയിൻ പെട്ടെന്ന് ഇതിൻ്റെ LHB അനൗൺസ് ചെയ്തത്. ഇത് UR കോച്ചാണ്. ഇതാ ഗൈസ് ട്രെയിനിൻ്റെ അകം. ട്രെയിൻ ഫുള്ളാണ്. ഈ ട്രെയിൻ ഇപ്പം ടോട്ടലി ഒരു AC ചെയർ കാറും 3-4 ഇതാണ് സെക്കൻഡ് സിറ്റിങ്ങും പിന്നെ ബാക്കി 8 ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഈ ട്രെയിൻ വരുന്നത്. അവിടെ നിന്നൊരു ട്രെയിൻ വരുന്നുണ്ട്. ഇതാണ് അടുത്തൊരു മനസ്സിലാക്കുക. ചെറിയ നേരത്തെ 1 മിനിറ്റ് സ്റ്റോപ്പ് ട്രെയിൻ വിടും. സിഗ്നലൊക്കെ ആയിട്ടുണ്ട്.
കൊല്ലം മെമ്മോയിലാണ്. മെമ്മോ നല്ല ലേറ്റായി, 10 മിനിറ്റ് ലേറ്റായി. ഞാൻ ആദ്യം വിചാരിച്ചു മണ്ടത്തുരുത്തി ആലപ്പുഴ വരെ ഒരു വീഡിയോ എടുക്കാം, പക്ഷേ നടന്നില്ല. അത് ട്രെയിൻ നല്ല ലേറ്റ്, ആ ട്രെയിൻ 10-15 മിനിറ്റ് ലേറ്റ്. പിന്നെ ആ ട്രെയിൻ നമ്മൾ കരുനാഗപ്പള്ളി ഇറങ്ങി. സ്കിപ്പ് ചെയ്യുന്ന സ്റ്റേഷൻ അങ്ങനെ കായംകുളം എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട് കായംകുളത്ത്. നമ്മൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ AC കോച്ച് ഏറ്റവും ഫ്രണ്ടിലാണ്, ബാക്കിലാണ് AC കോച്ച്. പിന്നെ 4 റിസോർട്ട് കോച്ചും ഇത് ബാക്കിയെല്ലാം 8 ജനറൽ കോച്ചായിരിക്കും വണ്ടിക്ക് വരുന്നത്. ഒരു ജനറേറ്റർ കാറും ഒരു SLRT കോച്ചാണ് വരുന്നത്. ഇലക്ട്രിക് ട്രെയിനാണ്. അത് മിക്കവാറും തിരുവനന്തപുരത്ത് നിന്ന് ഷൊർണൂർ പോകുന്ന വേനാട് എക്സ്പ്രസ് ആയിരിക്കും ആ ട്രെയിന്. വേനാടല്ല, വേറെ ട്രെയിനാണ്. അവിടെ ആയിട്ടാണ് നമ്മുടെ ഈ ഹരിപ്പാടിൻ്റെ യാൾ അവിടെ ആയിട്ട്. പക്ഷെ അവിടെ റോഡ് അടഞ്ഞെടുത്ത് വരുന്നുണ്ട്, തന്നെ അടയുന്നുണ്ട് അവിടെ. അതുകൊണ്ട് ഇച്ചിരി അപകടമാണ് നിൽക്കുന്നത്, അതുകൊണ്ട് അവിടെ നിൽക്കാത്തത്. പെട്ടെന്ന് അടയും, ഡോറ് കാറ്റുകൊണ്ട് അടയുന്നത്. ആ ഡോറ് തുറന്നതിന് ഓട്ടോമാറ്റിക്കായിട്ട് അടയും. ചേട്ടനുണ്ട്, ഒരുപാട് ഓൾമോസ്റ്റ് കാലിയാവുന്നുണ്ട്. നമ്മൾ AC ചേർക്കാറില്ലാത്താണ്. ട്രെയിൻ ഓൾമോസ്റ്റ് കാലിയായി. ഇത് ഏറ്റവും ഫ്രണ്ടിലത്തെ 2 കോച്ചിലാണ് തിരക്ക് കൂടുതൽ. ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല ഇത് അൺറിസർവ്ഡ് കോച്ചാണെന്ന്. ഈ ട്രെയിനിൻ്റെ ബാത്റൂമാണിത്. ബാത്റൂം കുഴപ്പമില്ല, നല്ല വൃത്തിയുള്ള ബാത്റൂമാണ്, കുഴപ്പമില്ല. ഇനി ഫസ്റ്റ് ഇത് അവിടെ ഇന്ത്യനാണ്. നല്ല വൃത്തിയുണ്ട്. ഇതാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. നമുക്ക് AC ചേർക്കാൻ വേണ്ടി
എ സി ഇച്ചിരി ബാക്കിലാണ്. അത് നമ്മൾ ജനറൽ ഈ ട്രെയിനിൻ്റെ ജനറൽ കോച്ചാണിത്. സാധാരണ നമ്മൾ കാണുന്ന അതേ ജനറൽ കോച്ചാണ്, വ്യത്യാസമില്ല. നമ്മുടെ ട്രെയിനിൻ്റെ ഏറ്റവും ഫ്രണ്ടിലാണ് ഇപ്പം ട്രെയിനിൽ മൂന്നാമത്തെ കോച്ച്. നമ്മൾ ഇതിൻ്റെ ചേർത്തോട്ട് പോകുന്നത്. സാരിപ്പാട് സ്റ്റേഷനിലാണ് ഈ വണ്ടിയുടെ AC കോച്ചിലോട്ട് പോകാൻ പറ്റുന്നു. പിന്നെ റെഡാണ്. ഇപ്പം ട്രെയിൻ വരും, 1 മിനിറ്റ് സ്റ്റോപ്പില്ല ഇവിടെ. AC ട്രെയിൻ പഴയ ബോർഡ് തന്നെയാണ്. തിരുച്ചിറപ്പള്ളി, തിരുവനന്തപുരം സെൻട്രൽ, ഗുരുവായൂർ ഇൻ്റർസിറ്റിയാണ്. കാണുന്ന AC കോച്ച് റിസർവ്ഡ്. ടൈം കിട്ടും. കറക്റ്റ് ടൈമിങ്ങാണ് ട്രെയിൻ മൊത്തം. പിന്നെ ഇതിൽ ഓൺ ബോർഡ് കാറ്ററിംഗ് സർവീസ് ഉണ്ട് ഈ വണ്ടിയിൽ. അതായത് നമ്മൾ AC ചേർക്കാലോട്ട് പോവാണ്. അതായത് നമ്മൾ ഈ ട്രെയിൻ AC ചേർക്കാറിലോട്ട് എത്താറായി. അതാണ് AC കോച്ച്. വാഴ കെട്ടിയിട്ട് വണ്ടിയുടെ AC ചേർക്കാറാണിത്. നമ്മൾ സെക്കൻഡ് സിറ്റിങ്ങിലോട്ട് പോയ ട്രെയിനിൽ. ഇതാണ് സെക്കൻഡ് സിറ്റിംഗ് കോച്ചാണ്. നമ്മൾ ജനറൽ പോലെ തന്നെയായിരുന്നു. ജനറൽ കോച്ചൊക്കെ തന്നെയാണ് സെക്കൻഡ് സിറ്റിങ്ങും. നമ്മൾ നമ്മുടെ കോച്ചിലോട്ട് പോയി. ഇതൊക്കെ എപ്പിസോഡ് കഴിഞ്ഞ് TT ഉണ്ട്. ട്രെയിനിന് ടോട്ടൽ 2 സെക്കൻഡ് സിറ്റിംഗ് ഉണ്ട്. 3 2 സെക്കൻഡ് സിറ്റിംഗ് ഈ ട്രെയിനിൽ. ആലപ്പുഴ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ട്രെയിൻ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ കൊണ്ട് പിടിച്ചിട്ടിരിക്കുന്നത്. മുമ്പിൽ നിന്ന് തിരുവനന്തപുരം നിസാമുദ്ദീൻ തിരുവനന്തപുരം രാജധാനി വരുന്നുണ്ട്. 24:32 നിസാമുദ്ദീൻ തിരുവനന്തപുരം. അതിപ്പോൾ തുമ്പോളി കഴിഞ്ഞ് ആലപ്പുഴ എത്താറായി. അതിൻ്റെ ക്രോസിങ് കൂടെ ഇവിടുന്ന് കിട്ടും. ഇനി ട്രെയിനിൽ ഇറങ്ങാൻ അത്യാവശ്യം ആൾക്കാർ ഇവിടെ ഇറങ്ങുന്നുണ്ട്. അത്യാവശ്യം ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. പിന്നെ കയറുന്നു ചെയ്യുന്നുണ്ട്. കിടക്കുന്നത് ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് റേക്കാണ്. അതിപ്പുറത്ത് കൊണ്ടിട്ടിരിക്കുകയാണ്. അങ്ങനെ രാജധാനി വരുന്നുണ്ട്. രാജധാനിനകത്ത് പോവാം. പിന്നെ ഈ ട്രെയിനിൽ ഡിപ്പാർച്ചർ വീഡിയോ കൂടെ എടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ എൻ്റെ കയ്യിലുള്ളൂ.